നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ കുറേ പേർക്കാണെങ്കിലും ഒരു പ്രാവശ്യമാണെങ്കിലും വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ചൊല്ലാത്തവരില്ല. എങ്കിലും ഏതൊരു നാമത്തിൻ്റെയും ഏതൊരു ശ്ലോകത്തിൻ്റെയും മഹിമ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവത്തോടുകൂടി ഭക്തിയോടുകൂടി അത് ജപിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ധാരാളം സഹസ്രനാമങ്ങളുണ്ട് അല്ലേ? പക്ഷെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2 സഹസ്രനാമങ്ങളാണ്, വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും. പക്ഷേ മുരുകന് സഹസ്രനാമമുണ്ട്, ഗണപതിക്ക് സഹസ്രനാമമുണ്ട്, ഹനുമാൻ സ്വാമിക്ക് സഹസ്രനാമമുണ്ട്, കാളീദേവിക്ക്, ഗായത്രി ദേവിക്ക് എല്ലാവർക്കും സഹസ്രനാമമുണ്ട്. ഈ സഹസ്രനാമം ഓരോന്നും ചൊല്ലിയ ഒരു രംഗം പലപ്പോഴും ഈ സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. സഹസ്രനാമത്തിന് പലപ്പോഴും ഒരു 3 ഭാഗമാണ് ഉണ്ടാകുന്നത്. ഒന്ന് പൂർവ്വഭാഗം, സഹസ്രനാമം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഭാഗം, അതിലാണ് ഇതിൻ്റെ ഒരു രംഗം എന്താണ് എന്ന് അവതരിപ്പിക്കുന്നത്. പിന്നെ സഹസ്രനാമം കാണും, അത് കഴിഞ്ഞൊരു ഉത്തര ഭാഗം, അതിലാണ് ഫലശ്രുതിയൊക്കെ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഏകദേശം ഒരു സഹസ്രനാമത്തിൻ്റെ രൂപം ഈ രീതിയിലാണ്. പിന്നിവിടെ പ്രധാനമായും വിഷ്ണു സഹസ്രനാമം കൂടുതലായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുള്ളതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരാമർശിച്ചു പോകാം. പിന്നെ ഒരു സമയം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നാമങ്ങൾ എടുത്തു പറയാൻ മാത്രം ഓരോന്നും അർത്ഥം പറയാനുള്ള സമയമില്ല. മൊത്തത്തിൽ സഹസ്രനാമത്തിനെ പറ്റിയുള്ള ഒരു ചിന്തനം അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമത്തിനെ പറ്റിയുള്ളത്. എങ്കിലും ഭഗവത് കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് കേട്ടവർ ക്ഷമിക്കുക, ഒന്നും കൂടി ശാന്തമായിരുന്ന് കേൾക്കുക. വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹനാണ് യുധിഷ്ഠിരന് ഉപദേശിച്ചത്. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മഹാഭാരതത്തിലാണ് വ്യാസഭഗവാൻ ഈ രംഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മഹാഭാരതത്തിൽ യുദ്ധത്തിൽ 18 ദിവസത്തെ യുദ്ധത്തിൽ 10ാമത്തെ ദിവസം ആണ് ഭീഷ്മ പിതാമഹൻ വീഴുന്നത്. ഭീഷ്മ പിതാമഹൻ വീഴുന്നത് ശരശയ്യയിലാണ്. അതായത് ശരീരത്തിൽ എല്ലാ ഭാഗത്തും ശരങ്ങളാണ്. ഒരു ഭാഗം പോലും അനക്കാൻ സാധിക്കില്ല, ഒരു വിരൽ പോലും അദ്ദേഹത്തിന് അനക്കാൻ സാധിക്കില്ല. പുരികത്തിൽ ഉൾപ്പെടെ ശരമാണ്. അങ്ങനെ ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണ് ഉള്ളത്. രാമായണത്തിൽ നമ്മൾ കാണ്ഡങ്ങൾ എന്ന് പറയുന്നത് പോലെ ഈ 18 പർവ്വങ്ങളിൽ 12ാമത്തെ പർവ്വമാണ് ശാന്തി പർവ്വം. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പർവ്വമാണ്. 13ാമത്തെ പർവ്വമാണ് അനുശാസന പർവ്വം. ഈ 2 പർവ്വങ്ങളിലുമായിട്ടാണ് ഭീഷ്മ പിതാമഹൻ്റെ ഈ ഉപദേശം മുഴുവൻ കാണിക്കുന്നത്. 500 അധ്യായങ്ങളിലായിട്ടാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം ബൃഹത്താണ് എന്നുള്ളത്. അനുശാസനം എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം കൊടുക്കുക, ഒരു രാജാവിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ അനുശാസന പർവ്വത്തിൽ ദാനധർമ്മ പർവ്വത്തിനിടയിൽ 149ാം അധ്യായത്തിൽ 142 ശ്ലോകങ്ങളിലാണ് ഈ വിഷ്ണു സഹസ്രനാമം വരുന്നത്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കുട്ടിയോടാണ് ഇതൊക്കെ പറയുകയെന്ന് വെക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് കുട്ടിയുടെ, നമ്മളൊക്കെ ആണെങ്കിൽ ചോദിച്ചാൽ നാണക്കേടാവുമോ ചമ്മലാവുമോ എന്നൊക്കെ വിചാരിച്ച് ചോദിക്കില്ല. നേരെ മറിച്ച് ഇത് ഒരു കുട്ടിയോടാണ് പറയുന്നതെങ്കിൽ കുട്ടി ചോദിക്കും, ഇത്രമാത്രം വേദനയൊക്കെ സഹിച്ച് ശരശയിൽ കിടക്കുന്ന ആൾക്ക് ഇത്രയും നേരം ഉപദേശമൊക്കെ കൊടുക്കാനുള്ള ആരോഗ്യമുണ്ടോ, മനസ്ഥിതി ഉണ്ടോ ശാന്തമായിട്ട് കിടന്ന്? 500 അധ്യായങ്ങളിലായിട്ട് വിഷ്ണു സഹസ്രനാമം മാത്രമല്ല, ധാരാളം ധർമ്മങ്ങൾ, ധർമ്മത്തിൻ്റെ വിവിധ തലങ്ങൾ, അതായത് രാജധർമ്മം എന്താണ്, മോക്ഷധർമ്മം എന്താണ്, ആപദ്ധർമ്മം, അതുപോലെ ദാനധർമ്മം എന്താണ്, ഇങ്ങനെയുള്ള ധാരാളം ധർമ്മങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഭഗവത് ധർമ്മം എന്താണ്, വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നിശ്രേയസധർമ്മം എന്താണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ധർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, യോഗത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ പറയാൻ മാത്രമുള്ള ഒരു ആരോഗ്യവും മനസ്ഥിതിയും ഭീഷ്മ പിതാമഹനുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. അതുകൊണ്ട് മഹാഭാരതത്തിലെ ആ രംഗം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതായത് കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു, പഞ്ചപാണ്ഡവർ വിജയശ്രീലാളിതരായി, യുധിഷ്ഠിരൻ്റെ സിംഹാസന ആരോഹണം കഴിഞ്ഞു. എന്നാൽ യാതൊരു തരത്തിലുള്ള മനസമാധാനവും യുധിഷ്ഠിരനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇവിടെ നടന്ന ഈ ഹത്യയ്ക്ക് മുഴുവൻ താനാണ് കാരണക്കാരൻ എന്നുള്ള ഒരു കുറ്റബോധം ഇത് എല്ലായ്പ്പോഴും യുധിഷ്ഠിരനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്നുമുള്ള ആൾക്കാരല്ല മരിച്ചത്, 39 ലക്ഷം ആളുകളാണ് മരിച്ചത്. 39 ലക്ഷം ആളുകളെ പുരുഷന്മാർ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഊഹിക്കാം എത്ര സ്ത്രീകൾ വിധവകളായി. ഇനി ഒരുപക്ഷെ അതിലെല്ലാവരും വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ പോലും വിവാഹം ചെയ്ത അത്രയും പേരുടെ വിധവകളുണ്ട്. അതുപോലെ തന്നെ എത്രയോ അച്ഛനമ്മമാർക്ക് മകനില്ലാതെയായി, എത്രയോ കുട്ടികൾക്ക് അച്ഛനില്ലാതെയായി. മാത്രമല്ല അപ്പുറത്ത് 100 വിധവകൾ നിൽക്കുകയാണ്, ദുര്യോധനാദികളുടെ 100 വിധവകൾ, അന്ധരായിട്ടുള്ള ധൃതരാഷ്ട്രം, ഗാന്ധാരിയും. അപ്പം ഇവരെ എല്ലാം കാണുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. അതോടൊപ്പം ഭീമൻ ഇതുവരെ ക്രോധമൊന്നും ഒടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ധൃതരാഷ്ട്രയും ഗാന്ധാരിയും ഒക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില കുത്തവാക്കുകളൊക്കെ പറയും. അപ്പം എല്ലാം കൂടി ആകെ മനസ്സംഘർഷമാണ്. ശ്രീകൃഷ്ണൻ പല പ്രാവശ്യം സാന്ത്വന വാക്കുകളൊക്കെ പറയാൻ ശ്രമിച്ചു, പക്ഷെ അതുകൊണ്ടൊന്നും യുധിഷ്ഠിരന് മനസമാധാനം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? നമ്മൾ അമ്മമാർ വഴക്ക് പറഞ്ഞാലും പിന്നെ അമ്മയുടെ അടുക്കൽ പോകും എന്നുള്ളതുപോലെ തന്നെ വീണ്ടും യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചു നമ്മളെല്ലാം ധ്യാനിക്കുന്നത് ഭഗവാനെയാണ്, അപ്പോൾ ഈ ഭഗവാൻ ഇനി ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പം യുധിഷ്ഠിരൻ അടുത്തെത്തിയപ്പോഴേക്കും ഭഗവാൻ കണ്ണു തുറന്നു. അപ്പോൾ ചോദിച്ചു, അല്ല ഭഗവാനെ, അങ്ങ് ആരെയാണ് ഈ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞാൻ ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു പോയി. 21 ദിവസം തൻ്റെ ഗുരുവായിട്ടുള്ള പരശുരാമനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ തോൽപ്പിച്ച മഹാനാണ്. അങ്ങനെയുള്ള ഭീഷ്മർ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ ശരശയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു നിമിഷം എൻ്റെ മനസ്സും ഭീഷ്മരിലേക്ക് എത്തി എന്ന് പറയണം. അതിനുശേഷം പറയുകയാണ്, യുധിഷ്ഠിര, നിനക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ, നിന്നെ പല പല ചിന്തകൾ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിനുള്ള ഒരു പരിഹാരം അങ്ങ് നേരിട്ട് ഭീഷ്മ പിതാമഹനെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ പോയി കണ്ട് നമസ്കരിച്ച് അദ്ദേഹത്തിനോട് വേണ്ട ഉപദേശങ്ങൾ തേടുക. അദ്ദേഹം ഉത്തരായന കാലം കാത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം മറ്റ് ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ജ്ഞാനം ഇതോടെ അസ്തമിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം വിടുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഈ സംശയങ്ങൾക്കെല്ലാം നിവർത്തി വരുത്തിക്കൊള്ളൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ഉപദേശം മാനിച്ച് പഞ്ചപാണ്ഡവരും കൂടെ കൃപര്, യുയുത്സു, സഞ്ജയൻ തുടങ്ങിയ എല്ലാവരുമായിട്ട് യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ മഹർഷിമാരൊക്കെ ഉണ്ട്. എല്ലാവരും ഭീഷ്മ പിതാമഹനെ നമസ്കരിച്ചു. നമസ്കരിച്ചതിന് ശേഷം ആര് സംഭാഷണം തുടങ്ങണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ, നമ്മൾ പറയില്ലേ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആദ്യം ആ സംഭാഷണം തുടങ്ങുകയാണ്. അല്ലയോ പിതാമഹ, അങ്ങേക്ക് എങ്ങനെ ഇങ്ങനെ ഈ ശരശയിൽ ഇത്രയും വേദന സഹിച്ച് കിടക്കാൻ സാധിക്കുന്നു? സാധാരണ നമ്മൾ പറയും മാനസിക വ്യഥയാണ് എല്ലാ വേദനകളെക്കാളും വലുത്. പക്ഷേ ആ മാനസിക വ്യഥയേക്കാളും കൂടിയ ഒരു വേദനയാണ് അങ്ങിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് എങ്ങനെ ഇത് താങ്ങാൻ സാധിക്കുന്നു? പക്ഷേ എനിക്കറിയാം അങ്ങ് ഇതെല്ലാം താങ്ങും. അതിന് കാരണം അങ്ങ് ഇതെല്ലാം അങ്ങയുടെ വിധിയാണ് എന്നോർത്ത് സമാധാനിക്കും. മാത്രമല്ല അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ്. കൂടെ നിൽക്കുന്നവരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണത് പറയുന്നത്. 1000 സ്ത്രീകൾ മുന്നിൽ വന്നു നിന്നാൽ, സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ മുന്നിൽ വന്നു നിന്നാൽ പോലും അങ്ങയുടെ ബ്രഹ്മചര്യത്തിന് ഒരു ചാഞ്ചല്യം ഉണ്ടാവില്ല. അതുപോലെ അങ്ങൊരു ത്രികാലജ്ഞാനിയാണ്. 3 കാലത്തിലും എന്താണ് സംഭവിക്കുന്നതെന്ന് അങ്ങേക്കറിയാം. എന്താണ് സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം അങ്ങേക്കറിയാം. അങ്ങനെയുള്ള അദ്ദേഹം, അങ്ങനെയുള്ള അങ്ങ് യുധിഷ്ഠിരൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകണം. അങ്ങ് അദ്ദേഹത്തെ ഉപദേശത്താൽ അദ്ദേഹത്തിൻ്റെ അജ്ഞാനമെല്ലാം മാറ്റി അദ്ദേഹത്തിന് ആ ഒരു അറിവ് പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ്റെ മുന്നിൽ തൻ്റെ വിശ്വരൂപം കാണിക്കുകയാണ് ഭഗവാൻ. ഈ വിശ്വരൂപം കണ്ടതോടുകൂടി ഭീഷ്മ പിതാമഹന് ആനന്ദത്തിലായി. അദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എനിക്കിനി വേറൊന്നും വേണ്ട. പക്ഷേ ഈ അങ്ങയുടെ മുന്നിൽ, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള അങ്ങയുടെ മുന്നിൽ വെച്ച് ഈ പുരുഷാർത്ഥങ്ങളെ പറ്റിയൊക്കെ ഉപദേശം കൊടുക്കാൻ ഞാൻ ആരാണ്? അതൊരിക്കലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ? പരമജ്ഞാനത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അങ്ങ് തന്നെയല്ല എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല അങ്ങേക്കറിയാവല്ലോ എൻ്റെ ശരീരം മുഴുവൻ ഈ ശരങ്ങൾ കൊണ്ട്
നിറഞ്ഞിരിക്കുകയാണ്, കുത്തുന്ന വേദനയാണ്, ശരീരം മുഴുവൻ നീറ്റലാണ്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്. അതുകൊണ്ട് എൻ്റെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഈ ജ്ഞാനം ഒന്നും തെളിഞ്ഞു വരുന്നില്ല. ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്ന് സാരം. അതുകൊണ്ട് എങ്ങനെയാണ് കൃഷ്ണ ഞാൻ ഈ ധർമ്മങ്ങളെപ്പറ്റിയൊക്കെ ഉപദേശം കൊടുക്കുന്നത് എന്ന് ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ അങ്ങേക്ക് ഒരു വരം നൽകാം. അതായത് ഇനി മുതൽ അങ്ങയുടെ ബുദ്ധി വളരെ തെളിഞ്ഞ് പ്രകാശിക്കും. ത്രികാല ജ്ഞാനിയായിട്ട് മാറും. അങ്ങേക്ക് സകല പ്രാണികളെ പറ്റിയുമുള്ള സകല പ്രാണികളെയും അങ്ങേക്ക് കാണാൻ സാധിക്കും. ഈ സംസാര ദുഃഖത്തിൽ ആണ്ട് കിടക്കുന്നവരെ ഉദ്ധരിക്കാനുള്ള ഒരു കഴിവ് അങ്ങേക്കുണ്ടാവും. സത്വഗുണം അങ്ങയിൽ വളരെ തിളങ്ങി നിൽക്കും. അതോടൊപ്പം തന്നെ അങ്ങയുടെ ഈ ശരീരത്തിലെ ക്ഷീണവും നീറ്റലും എല്ലാം മാറി, വേദനയും മാറി, അങ്ങേക്ക് വളരെ ഉത്സാഹം തോന്നും. അതോടൊപ്പം തന്നെ അങ്ങേക്ക് ഇനി വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ധാരാളം വരങ്ങൾ കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഇതോടുകൂടി ആകാശത്തിൽ നിന്ന് ദേവന്മാരും വസുക്കളും എല്ലാം പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, അങ്ങേ മറ്റ് ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ, അതായത് ഇനി അങ്ങേക്ക് ഭൂമിയിൽ ഒരു ജന്മമില്ല, ഒരു ഉയർന്ന ലോകത്തിലേക്കാണ് അങ്ങ് പോകുന്നത്. അപ്പം അങ്ങേ കൊണ്ടുപോകാൻ വേണ്ടി ദേവന്മാരും വസുക്കളുമെല്ലാം വിമാനവുമായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാം അദൃശ്യരായിട്ട് നിൽക്കുന്നുണ്ട് ആകാശത്തിൽ. അവരാണ് ഈ പുഷ്പവൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങ് ഈ ജ്ഞാനം യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ജ്ഞാനമെല്ലാം അങ്ങയോടുകൂടി അസ്തമിക്കുമെന്ന് പറയുകയാണ്. അതോടുകൂടി ഭീഷ്മ പിതാമഹൻ സമ്മതിക്കുകയാണ്. പക്ഷെ അത്രയും നേരം ആയപ്പോഴേക്കും നേരം അസ്തമിച്ചു. അതുകൊണ്ട് എല്ലാവരും അന്ന് കുടീരത്തിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ സാത്വികയോട് ചോദിക്കുന്നുണ്ട്, യുധിഷ്ഠിരനൊക്കെ തയ്യാറായോ എന്ന്. എല്ലാവരും തയ്യാറായി. അപ്പോൾ യുധിഷ്ഠിരൻ അർജുനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഭീഷ്മ പിതാമഹൻ നമുക്ക് ധർമ്മ ഉപദേശം തരുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് കൂട്ടിക്കൊണ്ട് നമ്മൾ പോകണ്ട. കാരണം ഇതിനോട് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പറയാറില്ലേ, പാത്രം അറിഞ്ഞേ വിളമ്പാവൂ എന്ന് പറയും. അതായത് ഇതിനെ ശരിക്ക് കാക്ഷിക്കുന്നവർ, അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി, എന്നാലേ അത് ശരിയായ രീതിയിൽ ഉള്ളിൽ കയറൂ എന്ന് പറയുകയാണ്. അങ്ങനെ പഞ്ചപാണ്ഡവർ ദ്രൗപദി ദേവിയോടൊക്കെ ഒത്ത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ധാരാളം മഹർഷീശ്വരന്മാരുണ്ട്, കുറേ രാജാക്കന്മാരുണ്ട്. ആ സമയത്ത് അവിടെ നാരദ മഹർഷി എഴുന്നള്ളുകയാണ്. നാരദ മഹർഷി എഴുന്നള്ളിക്കഴിഞ്ഞ് യുധിഷ്ഠിരനോട് പറയുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറയുകയാണ്. അധികം താമസിയാതെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, ഇനി 56 ദിവസം കൂടിയേ ഉള്ളൂ, ഉത്തരായനം കാത്ത് കിടക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇനി അധിക ദിവസമില്ല, അദ്ദേഹം അടുത്ത ലോകത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും സകല ജ്ഞാനവും ശ്രവിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക, എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും. അതോടുകൂടി ശ്രീകൃഷ്ണനും പറഞ്ഞു, അങ്ങ് ഇന്ന് കൊടുക്കുന്ന ഉപദേശം എല്ലാ കാലവും നിലനിൽക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഭീഷ്മർക്കൊരു സംശയം, എൻ്റെ ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഈ ഉപദേശമൊക്കെ അങ്ങേക്ക് തന്നെ കൊടുത്താൽ മതിയായിരുന്നല്ലോ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു, ഭീഷ്മരെ, അങ്ങേക്കിപ്പോൾ സുഖമാണോ? എങ്ങനെയുണ്ട് അങ്ങയുടെ ആരോഗ്യമൊക്കെ? ഞാൻ പറഞ്ഞതുപോലെ അങ്ങേക്ക് ബുദ്ധി പ്രകാശിക്കുന്നുണ്ടോ? അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മനസ്സിലെ എല്ലാ വ്യാകുലതകളും മാറി, മനസ്സിനും സന്തോഷമാണ്, ശരീരത്തിനും സുഖമാണ്, യാതൊരു തരത്തിലുള്ള വേദനയില്ല, നീറ്റലില്ല, ക്ഷീണമില്ല. എല്ലാ വേദവും വേദാന്തവും ശാസ്ത്രവും എല്ലാം കരതലാമലകം പോലെ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് സിദ്ധിയുണ്ട് അതിൻ്റെ. അതുകൊണ്ട് ഞാൻ ഏത് രീതിയിലുള്ള ആ ഉപദേശം കൊടുക്കാനും തയ്യാറാണ് എന്ന് വളരെ ഉഷാറായിട്ട് പറയുകയാണ് ഭീഷ്മർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്നാലും ഭഗവാനെ, എനിക്കൊരു സംശയമുണ്ട്, ഇതെല്ലാം അങ്ങയല്ലേ, ഈ യശസ്സും കീർത്തിയും എല്ലാം ഉണ്ടാക്കുന്നത് അങ്ങല്ലേ? അങ്ങേക്ക് തന്നെ ഈ ജ്ഞാനം അങ്ങ് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ, അങ്ങ് എന്തുകൊണ്ടാണ് ഇത് എന്നോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞത്? അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, എല്ലാ യശസ്സിനും കീർത്തിക്കുമൊക്കെ നിദാനം ഞാൻ തന്നെയാണെങ്കിലും ഞാൻ അങ്ങയുടെ യശസ്സും കീർത്തിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ലോകമുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തിയും യശസ്സും നിലനിൽക്കും. അങ്ങ് ഇന്ന് പറയുന്ന ഈ വേദാന്ത ശാസ്ത്രങ്ങളും അത്രത്തോളം കാലം നിലനിൽക്കും.
അങ്ങേക്ക് ഇതിനെപ്പറ്റി പ്രായോഗിക ജ്ഞാനമുണ്ട്, അതുകൊണ്ട് അങ്ങാണിത് ഉപദേശിച്ചു കൊടുക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, യുധിഷ്ഠിരന് അങ്ങയുടെ അടുത്ത് വന്ന് അങ്ങേ മുഖം കാണിക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം യുധിഷ്ഠിരൻ വിചാരിക്കുന്നത് യുധിഷ്ഠിരനാണ് ഈ യുദ്ധത്തിന് മുഴുവൻ കാരണക്കാരൻ, ഇത്രയും പേര് വധിച്ചത് അല്ലെങ്കിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടത് താൻ കാരണമാണ് എന്നാണ് യുധിഷ്ഠിരൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് യുധിഷ്ഠിരന് ഇവിടെ മുന്നിൽ വന്ന് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് യുധിഷ്ഠിരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും സ്റ്റാർട്ടിങ് ട്രബിളാണ്. ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയാണ്, അങ്ങ് തന്നെ ഒന്ന് തുടങ്ങി വെക്കുക എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ പറയുകയാണ്, അങ്ങ് ധർമാധർമ്മങ്ങളെപ്പറ്റി ഒന്ന് ഉപദേശിക്കൂ എന്ന് പറയുന്ന സമയത്താണ് ഭീഷ്മ പിതാമഹൻ ഉപദേശങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ ഈ ഉപദേശം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി ദ്രൗപദി ദേവിക്ക് ഒരു സംശയം വരുന്നു. ദ്രൗപദി ദേവി അത് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുമുണ്ട്. ഈ ധർമാധർമ്മങ്ങളെപ്പറ്റിയൊക്കെ ഉപദേശം നടത്താൻ പോകുന്ന അങ്ങ് അന്ന് ഹസ്തിനപുരത്തിൽ സഭയിൽ വെച്ച് ദുശാസനൻ എൻ്റെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് അങ്ങ് എവിടെയായിരുന്നു, അങ്ങയുടെ ഈ ധർമ്മമൊക്കെ എവിടെ പോയിരുന്നു എന്ന് ദ്രൗപദി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുന്നുണ്ട്, നീ പറയുന്നത് ശരിയാണ്, പക്ഷേ അന്ന് ഞാൻ ദുര്യോധനൻ തന്ന ചോറ് ഉണ്ടുകൊണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ രക്തം മലീമസമായിരുന്നു. ആ രീതിയിലുള്ള ചിന്തകളാണ് അപ്പോൾ എന്നിലുണ്ടായിരുന്നത്. എൻ്റെ ചിന്തകളും മനസ്സും എല്ലാം മലീമസമായിരുന്നു. എന്നാൽ ഇന്ന് ശരശയിൽ കിടക്കുന്നത് കൊണ്ട് എൻ്റെ രക്തമെല്ലാം വാർന്നുപോയി. ഞാൻ പരിശുദ്ധമായിരിക്കുന്നു, എൻ്റെ മനസ്സ് പരിശുദ്ധമായിരിക്കുന്നു, എൻ്റെ ചിന്തകൾ പരിശുദ്ധമായിരിക്കുന്നു, എൻ്റെ പ്രവൃത്തികൾ പരിശുദ്ധമായിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഏത് തരത്തിലുള്ള ആഹാരമാണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ചിന്തയെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഭീഷ്മരുണ്ടായിട്ടും അന്നൊന്നും ഭീഷ്മരോട് ഉപദേശിക്കാൻ പറയാതെ ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിക്കാൻ പറഞ്ഞത്. മാത്രമല്ല, നമുക്ക് ആരാണ് പൊതുവെ ഉപദേശം തരുന്നത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരാൾ ഉപദേശം തരുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെക്കാളും ആ വിഷയത്തിൽ കുറച്ച് അധിക അറിവുള്ളയാളായിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളാണ് ഉപദേശം തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദ്രൗപദിക്കൊരു സംശയം വന്നത്. ധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഉപദേശം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളായിരിക്കണം. എന്നാൽ അത് ചെയ്യാത്തിടത്തോളം കാലം അത് അനുസരിച്ചിട്ടില്ല എന്ന് ദ്രൗപദിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ദ്രൗപദി ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. അതോടുകൂടി അന്തരീക്ഷം വളരെ ശാന്തമായി. പിന്നീട് ഭീഷ്മ പിതാമഹൻ ധാരാളം മുമ്പ് പറഞ്ഞ എല്ലാ ധർമ്മങ്ങളും യോഗത്തിനെ പറ്റിയും എല്ലാ ഉപദേശങ്ങളും കൊടുക്കുകയാണ് യുധിഷ്ഠിരന്. വളരെ വലിയ അധ്യായങ്ങളിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 500 അധ്യായങ്ങളിലായിട്ടുള്ള ഉപദേശമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ അവസാനം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു 6 ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടം തൊട്ടാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത്. അതിൽ ഗ്രന്ഥം വെച്ചുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് പറയാം. ഈ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ തുടങ്ങുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിന് ഒരു പൂർവ്വ പീഠികയുണ്ട്. ആ പൂർവ്വ പീഠികയിൽ ആദ്യം തുടങ്ങുന്ന ഭാഗം ശുക്ലാംബരധരം വിഷ്ണു എന്നൊക്കെയാണ്. അതായത് ആദ്യം കുറച്ച് മന്ത്രങ്ങൾ ഋഷിമാർ എഴുതി ചേർത്തിട്ടുണ്ട്. ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറയുമ്പോൾ അവിടെ ഗണപതി ഭഗവാന്റെ പേര് നേരിട്ടെടുത്ത് പറയുന്നില്ല, എന്നാലും വളരെ ശുഭ്രമായിട്ടുള്ള വസ്ത്രം ധരിച്ചവനെ എന്നൊക്കെ പല പല വിശേഷണങ്ങളിൽ കൂടി പറഞ്ഞിട്ട് എല്ലാ വിഘ്നങ്ങളും മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് ഗണപതി ഭഗവാനെ, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ശ്ലോകം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, ആദ്യത്തെ 2 ശ്ലോകം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വ്യാസഭഗവാനെ തന്നെ നമസ്കരിക്കുകയാണ്. വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. ഇവിടെ പറയുന്നത് എന്താണ്? വ്യാസായ വിഷ്ണു രൂപായ, അതായത് വിഷ്ണു ഭഗവാൻ വ്യാസഭഗവാനും ഒന്ന് തന്നെ. വ്യാസഭഗവാൻ എന്ന് പറയുന്ന ആരാണ്? വിഷ്ണു തന്നെയാണ്. വ്യാസരൂപായ വിഷ്ണവേ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യാസഭഗവാനും നമസ്കാരം പറയും. അത് കഴിഞ്ഞിട്ട് പല പല ശ്ലോകങ്ങളിൽ കൂടി അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ വിഷ്ണവേ സർവജിഷ്ണവേ എന്നൊക്കെ പറഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ 1-2 ശ്ലോകം ചൊല്ലുകയാണ്. പിന്നെ വരുന്നത് ശ്രീ വൈശമ്പായന ഉവാച.
അപ്പോൾ സംശയം തോന്നാം ഈ വൈശമ്പായന മഹർഷി ഇവിടെ എവിടെ നിന്ന് വന്നു എന്ന്. നമ്മൾ ഏത് സഹസ്രനാമോ സ്തോത്രങ്ങളൊക്കെ നോക്കിയാലും ആർക്കെങ്കിലും ഉപദേശിക്കുന്ന രൂപത്തിലാണ് കൂടുതലും, സംവാദ രൂപത്തിലാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല. അന്നപൂർണേശ്വരി സ്തവമൊക്കെ ശങ്കരാചാര്യർ കാശിയിൽ ദേവിയെ നോക്കിക്കൊണ്ട് ചൊല്ലിയതാണ്. എന്നാൽ കൂടുതലും സംവാദ രൂപത്തിലാണ്, ഏതെങ്കിലും ഒരു മഹർഷി മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുത്ത രൂപത്തിലാണ്. അപ്പം ഇവിടെ ഈ മഹാഭാരതം പരീക്ഷിത്തിൻ്റെ പുത്രനായിട്ടുള്ള ജനമേജയൻ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ വെച്ച് വ്യാസമഹർഷി രചിച്ച മഹാഭാരതം വൈശമ്പായന മഹർഷി എല്ലാവർക്കുമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീ വൈശമ്പായന ഉവാച ശ്രുത്വാ ധർമാന ശേഷേണ പാവന അനിജ സർവശഃ യുധിഷ്ഠിര ശാന്തനവം പുനരേവാപ്യഭാഷത. അതായത് വൈശമ്പായന മഹർഷി പറയുകയാണ്, യുധിഷ്ഠിരൻ ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം വീണ്ടും യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ കാണാം, ശ്രീ യുധിഷ്ഠിര ഉവാച കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുർമാനവാശുഭം കോ ധർമ്മ സർവധർമാണാം ഭവത പരമോമത കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാരബന്ധനാത്. കിം എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്, ചോദ്യങ്ങളാണ്. അതായത് കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുർമാനവാശുഭം കോ ധർമ്മ സർവധർമാണാം. എല്ലാ ധർമ്മങ്ങളിലും വെച്ച് പരമമായിട്ടുള്ള ധർമ്മം ഏതാണ്? ഞാൻ ഏതൊരു ദേവനെയാണ് പ്രകീർത്തിക്കേണ്ടത്? എന്താണ് പാരായണം ചെയ്യേണ്ടത്? കിം ജപൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത്. ഈ സംസാര ബന്ധനത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഞാൻ എന്താണ് പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് യുധിഷ്ഠിരൻ. ഇങ്ങനെയുള്ള യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്ക് ഭീഷ്മ പിതാമഹൻ ഉത്തരം നൽകുകയാണ്. പിന്നീട് ആ വിഷ്ണു സഹസ്രനാമത്തിൽ കാണുന്ന അതാണ്. ശ്രീ ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷ സതതോധിത. അതായത് സ്തുവന്നാമ സഹസ്രേണ പുരുഷ സതതോധിത. ഇതിനാകെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭഗവാനെ 1000 നാമങ്ങൾ കൊണ്ട്, സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുതിക്കുക എന്ന് പറയുകയാണ്. മാത്രമല്ല അവിടെ ആ ഭാഗം ചൊല്ലി വരുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിപ്പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയെ. ഇവിടെ ഭീഷ്മ പിതാമഹനാണ് ഇവിടെ യുധിഷ്ഠിരന് ചൊല്ലിക്കൊടുക്കുന്നതെങ്കിലും പറയുകയാണ്, ഇത് പണ്ട് ഋഷിമാരാൽ ചൊല്ലപ്പെട്ടത്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിപ്പരിഗീതാനി. ഋഷിമാരാൽ ഗീതം ചെയ്യപ്പെട്ടത്, ചൊല്ലപ്പെട്ടതാണ്. അപ്പോൾ എത്രയോ കാലം മുമ്പേ ഇതുണ്ട് എന്ന് പറയുകയാണ്. ഭഗവത്ഗീതയിൽ അർജുനന് ശ്രീകൃഷ്ണന് ഉപദേശം കൊടുക്കുമ്പോൾ പോലും ശ്രീകൃഷ്ണ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്നൊക്കെ അർജുന പൗരാണികരായിട്ടുള്ള ഋഷീശ്വരന്മാർ പറയുന്നു എന്ന്. അപ്പോൾ അനാദികാലം തൊട്ട്, അതുകൊണ്ടാണ് നമ്മുടേത് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഉത്ഭവമില്ല, അവസാനവുമില്ല. അനാദികാലം തൊട്ട് ഋഷി പരമ്പരയിലൂടെ കടന്നു വന്നതാണ് ഇത്. ഇത് തന്നെ ബാലകൃഷ്ണൻ സാറിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭീഷ്മ പിതാമഹന് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത് സനത്കുമാര മഹർഷിയാണെന്ന്. അപ്പോൾ ഇത് ഗുരുപരമ്പരയ പകർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്, യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതേ. പിന്നീട് ഏത് ഛന്ദസ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. ഛന്ദോനുഷ്ടുപ് തഥാദേവോ, അനുഷ്ടുപ് ഛന്ദസ്സിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആ ആമുഖമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഭഗവാനെയൊക്കെ വർണ്ണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അംഗന്യാസം കരന്യാസങ്ങളൊക്കെ. സാധാരണ നമ്മൾ ആചാര്യന്മാരൊക്കെ ജപിക്കുമ്പോൾ, പൂജ ചെയ്യുമ്പോൾ ഈ അംഗത്തിലൊക്കെ അല്ലെങ്കിൽ മർമ്മത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തൊട്ടുകൊണ്ട് മൂർധാവിൽ, ചെവിയിൽ, മുകളിൽ ഒക്കെ തൊട്ടുകൊണ്ട് ജപിക്കുന്നത് കാണാം. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ചൈതന്യവത്തായിട്ട് സ്ഥലങ്ങളെയെല്ലാം അതിനെ ഉത്തേജിപ്പിക്കുകയാണ്. ഉത്തേജിപ്പിച്ചിട്ട് അംഗന്യാസ കരന്യാസങ്ങൾ, കരത്തിലുമുള്ള ആ ചൈതന്യവത്തായിട്ടുള്ള സ്ഥലങ്ങളെയെല്ലാം ഉത്തേജിപ്പിച്ചിട്ടാണിത് ചൊല്ലുന്നത്. അപ്പോൾ അംഗന്യാസ കരന്യാസങ്ങളെല്ലാം ചൊല്ലി ദിക്കുകളെയൊക്കെ ബന്ധിച്ചിട്ടാണ് പൊതുവെ പലപ്പോഴും ചൊല്ലുക. അതായത് ഇങ്ങനെയുള്ള സ്തോത്രങ്ങൾ ദിക്കുകളെയൊക്കെ ബന്ധിച്ച് നമ്മൾ ഇരുന്ന് ചൊല്ലുന്നത് കൊണ്ട് ഈ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുതെന്നാണ് പറയുന്നത്. കാരണം ഇവ മാലാമന്ത്രങ്ങളാണ്. ഇങ്ങനെ കണക്ട് ചെയ്തല്ലേ പോകുന്നത്. അതുകൊണ്ട് ഈ സഹസ്രനാമങ്ങളെ മാലാമന്ത്രങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് തന്നെ
അതിനിടയ്ക്ക് ഓഫീസ് തിരക്കുകളോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമ്മളിത് ചൊല്ലാതിരിക്കുക. ചെറിയ ചെറിയ നാമങ്ങളുണ്ടല്ലോ, രാമ കൃഷ്ണ എന്നൊക്കെയുള്ള നാമങ്ങളുണ്ടല്ലോ, അത് ചൊല്ലുക. ഇനി എങ്ങാനും നമുക്ക് നിർത്തി എഴുന്നേറ്റ് പോകേണ്ടി വന്നാൽ പാപമൊന്നുമില്ല. എങ്കിൽ പോലും മാലാമന്ത്രങ്ങളായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്താതെ ദിഗ്ബന്ധമൊക്കെ ചെയ്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ഈ രീതിയിൽ ചൊല്ലുന്നതാണ് ഉചിതം. അതിനുശേഷം പിന്നെ ധ്യാനമാണ്. ക്ഷീരോദുന്നോത്പ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാന ശ്ലോകം. അതിനുശേഷം ശാന്താകാരം ഭുജഗശയനം എന്നൊക്കെയുള്ള കുറേ ധ്യാന ശ്ലോകങ്ങളുണ്ട്. അതിനുശേഷം സഹസ്രനാമം തുടങ്ങുകയാണ്. വ്യാസമഹർഷി ആദ്യത്തെ നാമം തന്നെ കൊടുത്തിരിക്കുന്ന ഓം വിശ്വം എന്നാണ്. അതിൽ തന്നെ എല്ലാം വന്നു കഴിഞ്ഞു. വിശ്വം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുണ്ട് അല്ലേ? വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, എല്ലാം. അത് തന്നെയാണ് വിഷ്ണു എന്നുള്ള നാമത്തിൻ്റെ അർത്ഥവും. വിഷ്ണു എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്ദിര ചേച്ചിയുടെ മാത്രം ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഒച്ച ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വിശ്വം എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഈ സഹസ്രനാമം അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ ഭഗവാന്റെ ധാരാളം നാമങ്ങൾ, ഈ നാമങ്ങൾ മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ല. എങ്കിലും ഈ നാമങ്ങളിൽ വിഷ്ണു സഹസ്രനാമത്തിൽ ചില നാമങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് അതിൽ ഒരിടത്ത് ഉപയോഗിച്ച അർത്ഥമല്ല മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഒരേ വാക്കിന് പല അർത്ഥങ്ങൾ വരാമല്ലോ. അപ്പം അതുപോലെയാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ഓരോ നാമത്തിനോടും ചേർന്ന് ഒരു കഥയോ തത്വമോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം ഇവിടെ ഒരു നാമമുണ്ട്, അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷര ഏവച. സാക്ഷി എന്ന് പറയുന്ന ഒരു നാമം ഭഗവാന്റേതായിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഭഗവാൻ എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറയുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറേ ആളുകളെ സാക്ഷികളായിട്ട് വിട്ടിരിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, യമൻ, ഇങ്ങനെയുള്ളവരെ, അഷ്ടദിക്പാലകർ, ഇവരെയൊക്കെ സാക്ഷികളായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് കുളിമുറിയിൽ കയറി സിഗരറ്റ് വലിച്ചാൽ പോലും അവിടെ ആരുണ്ട്? സൂര്യനുണ്ട്. രാത്രിയാണെങ്കിൽ അവിടെ ചന്ദ്രനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നൊന്നും ആരും കാണുന്നില്ല എന്ന്. ഭഗവാൻ കുറേ ആളുകളെ വിട്ടിട്ടുണ്ട്. അവരിതെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും സാക്ഷീഭൂതമായിട്ടുള്ളവനെ എന്നുള്ള അർത്ഥത്തിലാണ് സാക്ഷി എന്നുള്ള നാമം വരുന്നത്. പിന്നെ നമുക്കറിയാം ഗോവിന്ദ എന്നുള്ള പേരുണ്ട്. ഗോവിന്ദ എന്നുള്ള പേര് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അനിരുദ്ധോ സുരാനന്ദ ഗോവിന്ദോ ഗോവിതാംബതി. ഗോവിന്ദ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഗോവിന്ദാഭിഷേകം, ഭാഗവതത്തിലെ ഗോവിന്ദാഭിഷേകമൊക്കെ ആലോചിക്കാം. അതുപോലെ യജ്ഞപതി, യജ്ഞാംഗോ, യജ്ഞവാഹന. യജ്ഞം, ആ യജ്ഞഃ എന്നുള്ള വാക്ക് വേദത്തിലുള്ളൊരു വാക്കാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു, മഹാവിഷ്ണു എന്നാണ് അർത്ഥം. അപ്പം അതിനൊരു തത്വമുണ്ട്. എന്തെങ്കിലും ഒരു തത്വമോ എന്തെങ്കിലും ഒരു കഥയോ ഈ ഓരോ പേരുകളോടും ചേർന്നിട്ടുണ്ട്. ഈ മിക്കവാറും എല്ലാ നാമങ്ങളും വേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണ്. പിന്നെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് വരുമ്പം ഒരു നാമമാണ് രഥാംഗപാണി രക്ഷോപ്യ എന്നുള്ളത്. നമുക്കറിയാം ഒരു തരത്തിലും ഭീഷ്മ പിതാമഹനെ വധിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ക്രോധാകുലനായിട്ട് അർജുനൻ എന്ത് ചെയ്താൽ വധിക്കുന്നില്ല. ക്രോധാകുലനായിട്ട് ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ രഥത്തിൻ്റെ ചക്രമൂരിയെടുത്ത് ഭീഷ്മരെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭീഷ്മർക്ക് സന്തോഷമായി, എനിക്കിതിൽ പരം ഇനിയൊരു ഭാഗ്യം എന്താണ്, ഭഗവാന്റെ കൈകൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ വന്ന് വട്ടം പിടിക്കുകയാണ്. ഭഗവാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടാകും, ഭഗവാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന്. അപ്പോൾ ആ പ്രതിജ്ഞ ലംഘിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ഭീഷ്മരെ വധിക്കുന്നതാണ്, അങ്ങയുടെ പ്രതിജ്ഞ ലംഘിക്കരുത്, ഭക്തജനങ്ങൾക്കായി നാളെ എല്ലാവരും അങ്ങയെ പറയും പ്രതിജ്ഞ പാലിക്കാത്തവനാണ് എന്ന് പറയും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കൃപ മൂലം രഥാംഗപാണി, രഥത്തിൻ്റെ ആ ഒരു കഷ്ണം പോലും എടുത്തവനാണ് എന്ന് പറയുകയാണ്. അതോടൊപ്പം പിന്നെ അവസാന ഭാഗത്തിൽ 1000ാമത്തെ നാമെന്ന് പറയുന്നത് സർവപ്രഹരണായുധ എന്നാണ്. രഥാംഗപാണി രക്ഷോഭ്യ ശംഖപൃന്നന്ദ ഗീചക്രീ ശാരംഗധന്വാഗതാധര രഥാംഗപാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ. ഇങ്ങനെയാണ് 107 ശ്ലോകങ്ങളിലാണ് ഈ സഹസ്രനാമം ഉള്ളത്. അതിൽ അവസാനത്തെ നാമമാണ് ഈ സർവപ്രഹരണായുധ എന്നുള്ളത്. സർവപ്രഹരണായുധ എന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങളിൽ 2 തരത്തിലുള്ള ആയുധങ്ങളുണ്ട്. അതാണ് ഒന്ന് പ്രഹരണായുധവും മറ്റേത് ക്ഷേപണായുധവും.
ഈ പ്രഹരണായുധം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ 1-to-1 വാറൊക്കെ വരുമ്പോൾ ഗദ അല്ലെങ്കിൽ വാള്, ഇതൊക്കെ കുന്തം, ഇതൊക്കെ 1-to-1 തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ വധിക്കാനായിട്ടോ അയാളെ ആക്രമിക്കാനായിട്ടോ ഉപയോഗിക്കുന്നതാണ്. അതാണ് പ്രഹരണായുധം. ക്ഷേപണായുധം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ നിൽക്കുന്നയാളിനെ, അതായത് ചക്രം അതിനാണ് ഉപയോഗിക്കുന്നത്, അമ്പും വില്ലും അതിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ ഏറുകുന്തമൊക്കെ ഉണ്ട്. ഈ ഏറുകുന്തമൊക്കെ ഇങ്ങനത്തെയാണ്. അപ്പം ഇങ്ങനെ ചില വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വേർതിരിവുകൾ ഈ ആയുധങ്ങളുടെ ഭാഗത്തിലുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും നമ്മൾ നോക്കണ്ട. എല്ലാ ആയുധങ്ങൾക്കും ഉടമയായിട്ടുള്ളവൻ, എല്ലാ ആയുധങ്ങളും ധരിച്ചവനാണ് ഭഗവാൻ എന്ന് മാത്രം എടുത്താൽ മതി. നമ്മൾ ഭഗവാന്റെ ആ വിരാട് രൂപം ഒന്ന് മനസ്സിൽ കണ്ടാൽ ആ എത്ര കൈകളാണല്ലേ. പുരുഷ സൂക്തത്തിൽ പറയുന്നത് പോലെ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്, എത്രയോ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാലുകളും എല്ലാ കൈകളും എല്ലാ കണ്ണുകളും ഭഗവാന്റെ തന്നെയാണ്. ആ കൈകൾ മുഴുവൻ നിറയെ ആയുധങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ കയ്യിലില്ലാത്ത ആയുധങ്ങളില്ല. അതുകൊണ്ട് ഭഗവാനെ സർവപ്രഹരണായുധ എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ സഹസ്രനാമം അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സഹസ്രനാമം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. യാതൊരു വ്യത്യാസമൊന്നും 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം.